അപ്പോൾ ഇന്ന് നമ്മൾ ഓപ്ഷൻ ചെയിൻ അനാലിസിസിനെ പറ്റി ഒരു വീഡിയോ, അതെങ്ങനെയാണ് ഓപ്ഷൻ ചെയിൻസ് അനാലിസിസ് ചെയ്യുന്നത്. അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ഇന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ മൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു കൺഫർമേഷൻ. ഓപ്ഷൻ ചെയിൻ വെച്ച് മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതിന് ഓപ്ഷൻ ചെയിൻ വേണം. അതിൻ്റെ അകത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റാസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ പുട്ട് കോൾ റേഷ്യോ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാർട്ടിൽ ഇതെങ്ങനെ നമുക്ക് ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ചാർട്ടിലാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രൈസിൻ്റെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണാൻ പറ്റുന്നത്. അതിൽ ആ പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ പ്രൈസ് അവിടെ വെച്ച് എങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എങ്ങനെ കാണിക്കുന്നു, അങ്ങനെയാണ് ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കതിനൊരു കൺഫർമേഷൻ നമുക്ക് എങ്ങനെ ഈ ഓപ്ഷൻ ചെയിൻ വെച്ച് എടുക്കാം എന്നുള്ള എൻ്റെ ഒരു വ്യൂ മാത്രമാണ് ഈ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതിൽ ഞാനിതിൽ ലാപ്ടോപ്പൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഞാനിതിൽ ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്ത് കാണിക്കാനൊക്കെ ആയിട്ട് എളുപ്പം മൊബൈൽ ആയതുകൊണ്ട് ഞാനിത് മൊബൈലില്ലാത്തതാണ് ഈ ഡേറ്റ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ NSEയുടെ നമ്മുടെ സൈറ്റിലാണ്. ഈ സൈറ്റിൽ നിന്ന് ഡേറ്റ എടുത്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ സൈറ്റുകളും തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സൈറ്റുകളുണ്ട്, പെയ്ഡായിട്ട് കിട്ടുന്ന സൈറ്റുകളുണ്ട്. ഇപ്പോൾ ആ പെയ്ഡായിട്ട് കിട്ടുന്ന സൈറ്റുകളൊക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ടെർമിനലിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെൻസിബിൾ ഫ്രീ ആയിട്ട് തന്നെ സെൻസിബിൾ ഡേറ്റ കിട്ടുന്നുണ്ട്. ഇപ്പം ഫയേഴ്സ് ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ധൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കതിൻ്റെ അകത്തെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ടുള്ള പല കാര്യങ്ങളും കിട്ടുന്നുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ബേസിക്കായിട്ട് വരുന്നത് കണ്ടോ, നമ്മുടെ ഈ NSEയുടെ ഈ സൈറ്റിലാണ്. അതിന് ഓപ്ഷൻ ചെയിൻ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചെയിൻ ഏതാണെന്ന് വെച്ചാൽ എടുക്കരുത്. ഞാൻ ബാങ്ക് നിഫ്റ്റിയാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചെയിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്യുക. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞാൽ അടിച്ചോളൂ, അത് വരും. ഇനി ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയിൻസ് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ഒരു ചാർട്ട് ഇത് വരും. നമുക്കത് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ലപോലെ നമുക്ക് ഡേറ്റാസൊക്കെ അനലൈസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. ഞാനതങ്ങനെ അത്രയും വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റകൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പം ഇതിൻ്റെ സ്ട്രൈക്ക് കണ്ടോ, സെൻട്രിൽ കാണുന്നത് ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസുകളാണ്. കാരണം ഇപ്പം മാർക്കറ്റ് പ്രസൻ്റ്ലി എവിടെ നിൽക്കുന്നു എന്നതാണ് കണ്ടോ ഈ ഭാഗത്ത് ഇത് നിൽക്കുന്ന. പിന്നെ ഇതിൻ്റെ ഈ രണ്ട് കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇത് ഇൻ ദ മണി, ഇത് ATM അറ്റ് ദ മണി, ഇത് ഔട്ട് ഓഫ് ദ മണി. ഈ വെള്ളമായിട്ട് കാണുന്ന ഈ കളർ ഷെയ്ഡ് ഇല്ലാത്ത ഭാഗം, ഇതൊക്കെ ഇതിൻ്റെ ബേസിക്കാണ്. വേറെ ഇതിൻ്റെ അകത്ത് വലിയ അതിൻ്റെ അത് ചില കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ചേഞ്ച് ഇൻ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ വോളിയം ഉണ്ട്, പിന്നെ IV ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള സാധനം. പിന്നെ LTP വെച്ചൊക്കെ പല ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനം അത്രയും മാത്രമേ ഉള്ളൂ. കേട്ടോ, ഇപ്പുറത്തും ഇത് തന്നെ. ഇത് പുട്ട് സൈഡുമാണ്, ഒന്ന് കോൾ സൈഡ്. അങ്ങനെ രണ്ട് വശങ്ങളും ഉണ്ട് ഇതിന്. അതിനകത്ത് 4 ഭാഗങ്ങളുണ്ട്. ഇതാണ് NSEയുടെ ഓപ്ഷൻ ചെയിന്. പക്ഷേ ഇത് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പല സൈറ്റുകളിലും നമുക്ക് ചെക്ക് ചെയ്ത് കിട്ടും. അതിൽ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ടെർമിനൽ നമ്മളെടുക്കുക. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളിത് കാണിക്കുന്നത് നമ്മുടെ ഫയേഴ്സിൻ്റെ ടെർമിനലാണ്. കണ്ടോ, ഫയേഴ്സിൻ്റെ ഇതിനകത്ത് ഓപ്ഷൻ ചെയ്യേണ്ടത് എവിടെയെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഫയേഴ്സിൻ്റെ നമ്മൾ ഓപ്പൺ ആക്കി വരുമ്പോഴത്തേനും തന്നെ ഇൻഡെക്സ് ഏത് ഇൻഡെക്സാണ്, ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ഓപ്പൺ ആക്കി വരുമ്പോഴത്തേനും ചാർട്ടിലേക്ക് വേണമെങ്കിൽ ചാർട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഈ താഴെ നമുക്ക് കണ്ടോ ഈ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഈ ഓപ്ഷൻ ചെയിനിൽ കണ്ടോ ഇതിൻ്റെ അകത്ത് അത്രയും ഡേറ്റാസും നമുക്ക് കാണാനില്ല. ഇതിപ്പം മാർക്കറ്റ് കറക്റ്റ് കണ്ടോ, ഇതിൻ്റെ അകത്തും 2 കളർ ഫെയ്ഡുകളുണ്ട്. കണ്ടോ, ഇപ്പോൾ മാർക്കറ്റ് കറണ്ടിൽ എവിടെയാണ് എന്നുള്ള ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. എവിടെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചിട്ടുമുണ്ട്.
കണ്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഇതിൻ്റെ പ്രൈസ് എടുത്തിട്ടുണ്ട്, പ്രൈസ് എഴുതുന്നുണ്ട്. കാരണം നമുക്ക് ഇവിടുന്ന് ബൈയൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വോളിയം. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വോളിയം കാണിക്കുന്നത്, എത്ര വോളിയമാണ് ഇപ്പോൾ അവിടെ ആ കോൺട്രാക്റ്റ് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്, എത്ര വോളിയം ആണെന്ന് കാണിക്കും. അത് ബൈ ചെയ്ത വോളിയം ആകും, സെല്ല് ചെയ്ത വോളിയം ആകും. അപ്പോൾ രണ്ടും കൂടെ കൂടിയിട്ടുള്ള വോളിയം ആയിരിക്കും. പിന്നെ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ്, അവിടെ എത്ര പേര് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്, ആ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഇൻട്രസ്റ്റ് ബൈ ചെയ്യാനായിരിക്കാം, സെല്ല് ചെയ്യാനായിരിക്കാം. അവിടെ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് നടക്കുന്നുണ്ട്, അങ്ങനെ മാത്രം അതിനെ കണ്ടാൽ മതി. പിന്നെ കണ്ടോ, പിന്നെ ഡെൽറ്റ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് ഓപ്ഷൻ സെല്ലിങ്ങിലാണ് മെയിനായിട്ട് പല ട്രിക്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാനൊരു ഓപ്ഷൻ ബയ്യറാണ്. പിന്നെ ഈ ബില്ലിങ് അത് അവരുടെ ഏരിയ, അത് നമ്മൾ അത്രയും ആവശ്യമില്ല. മെയിനായിട്ടുള്ള സാധനം നമുക്ക് ഡെൽറ്റ ഉണ്ട്. പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ട്. ഇത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ഇൻട്രസ്റ്റിൽ എത്രമാത്രം ചേഞ്ചിങ് വരുന്നു എന്നുള്ളതും കൂടെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ 5 years പറഞ്ഞ ടെർമിനൽ നമുക്ക് കിട്ടും, നമുക്ക് സിറോദയിലും കിട്ടും, നമുക്ക് തന്നെ കിട്ടും. ഇത് ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി കിട്ടും. ഇത് കൂടാണ്ട് ഇപ്പോൾ നമ്മുടെ സെൻസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് സിറോദക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ പെയ്ഡ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ 5 years ഒരെണ്ണം ഫ്രീ ആയിട്ട് അവരുടെ തന്നെ ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റാ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം. അപ്പം ഇതിലേക്ക് ഇൻസ്റ്റാ ഓപ്ഷൻസ് നോട്ട് ഒരു സെക്കൻഡ്. അപ്പം ഇതിലേക്ക് വരുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡായിട്ട് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ചെയിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എവിടെയാണ് ട്രെൻഡിങ് ആയിട്ട് ഓപ്പൺ നടക്കുന്നതെന്നുണ്ട്. പിന്നെ നമുക്ക് കേട്ടോ PCR ഉണ്ട്. ഈ റേഷ്യോസ് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. ഇതിൻ്റെ റേഷ്യോസ് ഇത് എങ്ങനെയുണ്ട്, അത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. കേട്ടോ, ഇത് പിന്നെ ഇതിനകത്ത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും നോക്കാനുള്ള, നമ്മളിപ്പോൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ചെയിൻ്റെ അനാലിസിസ് ആണ്. അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCR ഈ റേഷ്യോയും കൂടെ നമുക്ക് വേണം. ഇപ്പോൾ PCR അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് അതും കൂടെ നമുക്ക് വേണം, അത്രയേ ഉള്ളൂ. കണ്ടോ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയിനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഗ്രാഫിക്കലായിട്ട്, കുറച്ചും കൂടെ അതിൻ്റെ കോംപ്ലിക്കേറ്റഡൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ ഗ്രാഫിക്കലി നമുക്ക് ഇത് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തൊട്ടടുത്ത കണ്ടോ സ്പോട്ടുകൾ നമുക്ക് 10 എണ്ണം മതി. നമുക്ക് 10 സ്ട്രൈക്കുകൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ പ്രസൻറ്റ് മാർക്കറ്റിൽ നിന്ന് കണ്ടോ 10 സ്ട്രൈക്ക് മാത്രം നോക്കിയാൽ മതി. കണ്ടോ, നമുക്കൊരു സാധാരണയൊക്കെ 15ഒക്കെയാണ്. നമുക്കൊരു 20 എണ്ണം ഇരിക്കട്ടെ ഒരു ഇതിന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ ഗ്രാഫിക്കലി ആയിട്ട് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിലെ എത്ര പൊസിഷൻ, ഏത് പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെ പൊസിഷൻ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് അറിയാൻ സാധിക്കും. കണ്ടോ, അപ്പോൾ ഇത് കണ്ടോ 48,000 48,000 അവിടെ പുട്ട് ആയിട്ടും കോളായിട്ടും ആൾക്കാർ അവിടെ ഞാൻ അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തിക്കില്ല എന്നുള്ള ആ കൺസെപ്റ്റ്. അതായത് ഒരു ഓപ്ഷൻ സെല്ലറുടെ മൈൻഡിൽ വേണം നമ്മളിത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തിക്കും, ഞാൻ അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തിക്കുകയില്ല എന്ന 2 ബിഗ് ടീമുകൾ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് അടുത്തത് നോക്കാനുള്ളതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് ഇനി അവിടുന്ന് ചേഞ്ച് ആയിട്ടുണ്ടോ, അങ്ങോട്ടേക്ക് ഞാൻ എത്തിക്കും, അയ്യോ ഇനി എനിക്ക് എത്തിക്കാൻ പറ്റിയല്ലോ, അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയെങ്കിലും ചേഞ്ച് ആയിട്ടോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നതിൻ്റെ വാല്യൂസും കൂടെ നമ്മൾ നോക്കുന്നത്.
അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് ആ ഡേറ്റാസ് എല്ലാം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണോ ഇത് ആക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടാണോ അത് ആക്ട് ചെയ്യുന്നത്. ഇനി ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ പേര് അവിടെ അവരുടെ പൊസിഷൻസ് അവർ ട്രാപ്പിലാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ മാർക്കറ്റ് കുറച്ചും കൂടി ഡീപ്പിലേക്ക് ട്രാപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് തന്നെ അവരവരുടെ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഡൻ പൊസിഷൻസ് എടുക്കുകയോ എക്സിറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് വഴിയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതൊന്നും 100% നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു 3 മിനിറ്റ് ഡിലേ വെച്ചിട്ടാണ് നമ്മുടെ NSEയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ആ ഡേറ്റാസ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതും നമ്മുടെ ചാർട്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് നോക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് ആ പ്രൈസിൻ്റെ ആക്ഷൻസ് റീഡ് ചെയ്തെടുക്കാൻ പറ്റിയെങ്കിലാണ് നമുക്ക് ഏകദേശം ഒരു 60% ത്തിലേക്ക് നമുക്ക് മാർക്കറ്റ് നമ്മുടെ ഫേവറിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വീഡിയോ വളരെ വലുതാകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ ഓരോ ടൈമും നല്ലപോലെ പറയണം, അല്ലെങ്കിൽ അത് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചർച്ച ചെയ്തെടുക്കാം. ഓക്കെ.